എന്ത് മര്യാദകേടാണ് കേന്ദ്രം പറയുന്നത്? കേരളം കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചാൽ 13,000 കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന്. ഇതെന്തൊരു ഭിക്ഷയാണോ കേരളത്തിന് കിട്ടേണ്ടത്? വാസ്തവത്തിൽ അതൊരു ഭിക്ഷയാണ്. കേന്ദ്രം പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ കാശൊന്നും ഞങ്ങൾ തരാനില്ല, നിങ്ങളത് സമ്മതിക്കുന്നു. ബട്ട് യു ആർ ഇൻ ട്രബിൾ, നിങ്ങൾ പ്രശ്നത്തിലാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ സ്വയം പോയി ട്രബിളിൽ ചാടി, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത ആവശ്യങ്ങളൊക്കെ പറയുന്നു. 31,000 രൂപ കടമെടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവശ്യമാണ്. ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. ബട്ട് ദെൻ സിൻസ് യു ആർ ഇൻ ട്രബിൾ, ഒരു സംസ്ഥാനം ട്രബിളിലായിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ആൾ കേന്ദ്രം അതിന് കൈ കൊടുക്കണ്ടേ? അതിന് ഞങ്ങൾ 13,500 കോടി തരാം. ബട്ട് ഈ കോടതിയിൽ നിൽക്കുന്ന കേസ് അതിനൊരു തടസ്സമാണ്. ആ കേസ് നിൽക്കുമ്പോൾ ഞങ്ങൾ 13,500 കോടി തരുന്നത് എങ്ങനെയാണ്? യു വിഡ്രോ ദ കേസ്, ടേക്ക് ദ മണി ആൻഡ് ഡു യുവർ ബിസിനസ്. ഇവർക്കതല്ല. ചർച്ചയിൽ നിന്ന് ഞങ്ങൾ 13,500 കോടി മേടിച്ചു. ഇനി കേസ് പറഞ്ഞ് ഞങ്ങൾ വേറൊരു 56,000 കോടി മേടിക്കും, 57,000 കോടി മേടിക്കും. അപ്പോൾ കേന്ദ്രം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ 13,000 വേണ്ട, 57,000 മേടിച്ചോ, അവിടെ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. ഇതാണ് ഈ 13,000 കോടി കേന്ദ്രം കൊടുക്കുന്നതാണോ അതോ കേരളത്തിന് വായ്പ എടുക്കാനുള്ളതാണോ? ഞാൻ മനസ്സിലാക്കുന്നത് വായ്പ എടുക്കാൻ അനുവദിക്കുന്നു എന്നാണ്. അതെ, 13,500 കോടിയോ മറ്റോ എക്സ്ട്രാ വായ്പ എടുക്കാൻ കേന്ദ്രം അനുവദിക്കും. ഇതിനകത്ത് തർക്കം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓഫ് ബജറ്റ് ബോറോയിങ് ഉണ്ടല്ലോ, കിഫ്ബിയുടെയും KSSPയുടെയും, കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, കേരള സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർക്കാർ കടമെടുത്ത് പണ്ടാരടങ്ങി. അപ്പോൾ സർക്കാർ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ആ സ്ഥാപനത്തെ കൊണ്ട് കടമെടുപ്പിക്കുക. എന്നിട്ട് സർക്കാർ വാദിക്കുന്ന ഈ കടം ഞങ്ങളുടെ കടമല്ല, അത് കിഫ്ബിയുടെ കടമാണ്. ശരി, കിഫ്ബിക്ക് എന്താ അസറ്റ്? ഒരു അസറ്റില്ല. കിഫ്ബി മണി ജനറേറ്റ് ചെയ്യുന്നതിലാണോ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതുമല്ല. റോഡുണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ടോൾ പിരിവിൽ നിന്ന് ഈ കാശെടുക്കാം. ഇവരുടെ വാദം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിതിൻ ഗഡ്കരി കടമെടുക്കുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി. അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. കേരളത്തിൽ ഒരു റോഡ്, 1 കിലോമീറ്റർ റോഡ് പണിയാൻ 100 കോടി രൂപ വേണം. വേറെ ഒരു സംസ്ഥാനത്തിലും ഇത്രയും ഇല്ല. ഇത് നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ 25% കേരള സർക്കാർ കൊടുക്കണം, 75% കേന്ദ്രം കൊടുക്കണം. കേരള സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഇല്ല 25% തരാൻ. നിതിൻ ഗഡ്കരി പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിലുണ്ട് കാശ്, ഞാൻ എടുത്തോളാം. കേരളം ഒരു സ്പെഷ്യൽ കേസായിട്ട് 100% ഞാൻ തന്നെ ചെയ്യുന്നു, എൻ്റെ കാശുണ്ടെന്നേ, ഞാൻ ചോദിച്ചാൽ കാശ് തരാനും ആളുണ്ട്. അപ്പോൾ ഇത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ട്രെങ്ത്താണ്. നിതിൻ ഗഡ്കരി ഒരു ഹൈവേ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അയാൾക്ക് വരുമാനമുണ്ട്. ഫാസ്റ്റാഗ് വഴി ഓരോ വണ്ടി പോകുമ്പോഴും ടോള് പിരിക്കുന്നുണ്ട്. അതിന് കൃത്യമായ കണക്കുണ്ട്. ടോള് പിരിക്കുന്നവരുടെ കമ്മീഷൻ, ശമ്പളം, അത് ഇത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടുള്ള സംവിധാനമാണ്. സോ ഹീ ഗെറ്റ്സ് മണി ബാക്ക് റെഗുലർലി. പക്ഷെ പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് ഈ ഹൈവേ ഒക്കെ ഉണ്ടായി എന്നാണ് സഹാക്കൾ പറയുന്നത്. അല്ല, അത് എനിക്കും പറയാമല്ലോ, ഞാനുള്ളത് കൊണ്ടാണ്. ഞാനുള്ള കാലത്താണല്ലോ ഇത് ചെയ്യുന്നത്. ഓ അങ്ങനെ. പിന്നെ ഇത് കളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതിന് ജൽപ്പം എന്ന് പറയും സംസ്കൃതത്തിൽ. ഇയാളുടെ ജയന്തൻ്റെ ഒരു ന്യായസൂത്രം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ വക്കീലന്മാർ വാദിക്കാറുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാദം, ജൽപ്പം, ഛലം, വിതണ്ട. ഇത് നമ്മുടെ TV ചർച്ച നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ ആൾക്കാർ ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യം പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തുക, വാദം. ജൽപ്പം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇയാളിത് പറയില്ല, പക്ഷെ കേൾക്കുന്ന ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ മോട്ടിലാൽ നെഹ്റുവിന് വയസ്സ് 13 എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ സുനിലിൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാകുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് മോട്ടിലാൽ നെഹ്റു. എന്നാൽ ഞാനിങ്ങനെ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ മോട്ടിലാൽ നെഹ്റുവിന് 13 വയസ്സേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചതാരാ? സുനിലാണ്. അതെ അതെ.
അപ്പോൾ സുനിലിൻ്റെ മനസ്സിൽ ഇത് കൂട്ടിക്കെട്ടുന്ന എനിക്കറിയാം. ഇങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥയൊക്കെ പലരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പിണറായി വിജയനൊക്കെ പറയൂല, അടിയന്തരാവസ്ഥക്കാലത്ത് മർദ്ദനമേറ്റു. അടിയന്തരാവസ്ഥക്കാലത്താണ് മർദ്ദനമേറ്റത് അങ്ങർക്ക്. പക്ഷെ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് മർദ്ദനം വേറെ കാര്യത്തിനാണ്. പോലീസുമായിട്ട് അങ്ങോട്ട് കൊണ്ട് വാക്കേറ്റം ഉണ്ടായിട്ട് അടി കിട്ടിയതാണ്. അത് അടിയന്തരാവസ്ഥയായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു അത്. ഇതുപോലെ എനിക്ക് പറയാം, എൻ്റെ കാലത്താണ് കേരളത്തിൽ മാക്സിമം നാഷണൽ ഹൈവേ വന്നത്. ശരിയല്ലേ? ശരിയാണ്. എൻ്റെ കാലത്താണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. പക്ഷെ അതിൽ എൻ്റെ പങ്കുണ്ടെന്ന് ഞാൻ അവകാശം കേൾക്കുന്നവർ അത് കൂട്ടിക്കെട്ടും. അല്ല, അത് മോഹൻദാസ് ഭയങ്കരനാണ്, അയാളുടെ കാലത്താണ് ഈ ഹൈവേ. അല്ല, ആ ധാരണ ഉറപ്പിക്കാൻ വേണ്ടി അമ്മായിപ്പൻ്റെ മരുമോൻ്റെ ഫ്ലക്സും വെക്കും. അപ്പോൾ ഇതിന് ജൽപ്പം എന്ന് പറയും. പിന്നെ ഛലം, പച്ചക്കള്ളം പറയുക. പിന്നെയാണ് വിതണ്ട. വിതണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ വാട്ട് അബൌട്ടറി എന്ന് പറയില്ല. നീ മറ്റേ ഇയാളെ കൊന്നില്ലേ, നീ മറ്റേ ആളെ കൊന്നില്ലേ എന്ന് ചോദിക്കുക, മറുചോദ്യം ചോദിച്ച് രക്ഷപ്പെടാൻ നോക്കുക, വിതണ്ട. അതാണ് EMS ഏകദേശം സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി. അതാണ് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടിക്കൂടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, മുസ്ലിം ലീഗുമായിട്ട് ആദ്യം കൂടിയത് കോൺഗ്രസ്സാണ്. അത് 1946 ഡിസ്ട്രിക്ട് ബോർഡ് തിരഞ്ഞെടുപ്പിലായിരുന്നു എന്ന് പറയും. വാസ്തവത്തിൽ ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് കൂടിയത് നിങ്ങളുടെ പ്രിൻസിപ്പിളിന് വിരുദ്ധമല്ല എന്നാണ് ചോദ്യം. അല്ലാതെ കോൺഗ്രസ് കൂടിയോ ഇല്ല, ആദ്യം ആര് കൂടി, ഇതൊന്നും അല്ല ചോദ്യം. അപ്പോൾ ഇതിന് വിതണ്ട. ഈ വിതണ്ടമാണ് നമ്മുടെ ചാനൽ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. വിതണ്ട ആണ്, വിതണ്ഡം അല്ല, വിതണ്ഡവാദം. അത് ഭൂഖണ്ഡത്തിൻ്റെ ഉണ്ടായാണ് വിതണ്ട. അപ്പോൾ വാദം, ജൽപ്പം, ഛലം, വിതണ്ട. ഇതിൽ ഈ ജൽപ്പമാണ്, അതാണെന്ന് അറിയാതെയാണ് കേട്ടോ പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനീ പറഞ്ഞ പോലെ എൻ്റെ കാലത്താണ്, സുനിലിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഹൈവേ വന്നതെന്ന് വാദിക്കരുത്. നമ്മുടെ കാലത്തല്ലേ വന്നത്. പക്ഷെ ഇന്നലെ മുതൽ ഈ ക്യാപ്സൂളുകൾ വരുന്നത് കണ്ടില്ലേ? 13,000 കോടി കേന്ദ്രം തരാനുണ്ടെന്ന് സംബന്ധിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഇതിന് മുമ്പ് ഇന്ന കണക്കിൽ ഞങ്ങൾക്ക് ഇത്ര കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു കത്ത് കേരള സർക്കാരിൽ നിന്ന് പോയ ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫൈനാൻസ്, അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ, ഇവരാരെങ്കിലും കേന്ദ്രത്തിന് എഴുതിയ ഒരു കത്ത് ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കത്ത് കണക്ക് കാണിച്ചുകൊണ്ട് ഇത്ര ഞങ്ങൾക്ക് ബാക്കി കിട്ടും. ഈ ഒരു ചോദ്യം സുപ്രീം കോടതി ചോദിക്കുന്നില്ലല്ലോ. അത് ചോദിച്ചോളും, വാദം വരുമ്പോൾ ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ സുപ്രീം കോടതി എന്തോ കേരളത്തോട് എന്തോ ഫേവർ ചെയ്യുന്ന പോലെയാണ്. അത് നിങ്ങൾക്ക് പല രീതിയിൽ നോക്കാം. മുല്ലപ്പെരിയാർ കേസ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് വന്നതല്ലേ TV-യിൽ. ഇപ്പം ജയിക്കും. കാരണം സുപ്രീം കോടതി ഒരു തട്ട് തട്ടി ഈ കേസിൻ്റെ വാദത്തിനിടയ്ക്ക്. അതേ, ഡാം പൊട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഫയലും കുന്തവും കുടച്ചക്രവും എല്ലാം കൂടെ ഒഴുകിപ്പോവും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡാമിന് കുഴപ്പമില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന തമിഴ്നാടിൻ്റെ വക്കീൽ സുപ്രീം കോടതിയോട് പറഞ്ഞു, ഐ ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഫയൽ, പ്ലീസ് ഗിവ് മീ സം ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി വി ക്യാൻ ഗിവ് യു മോർ ടൈം, ബട്ട് ഇഫ് ദ ഡാം ഈസ് കൊളാപ്സിങ് ദെൻ ദ ഹോൾ ഫയൽ ആൻഡ് സുപ്രീം കോടതി വിൽ ഗോ ടു സീ എന്ന് തമാശക്ക് പറഞ്ഞു. ഡാം പൊട്ടിയാൽ ഫയൽ ഒലിച്ചു പോകും എന്ന് സുപ്രീം കോടതി. അത് കേരളം ജയിച്ചു എന്നാക്കി. ഫസ്റ്റ് ഡേയിലെ വാദമാണ്, ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞൊരു തമാശ. അങ്ങനെ ഈ ചാനൽ ഫ്ലാഷ് വഴി നമ്മൾ ജയിക്കാറുണ്ട്. ഇയാളെ ഗോവിന്ദച്ചാമിയെ 3 വർഷം തടവാക്കി മാറ്റിയില്ലേ ചാനലുകാർ? രാവിലെ ഫ്ലാഷ്, പിന്നെ തിരുത്തി. പിന്നെ എപ്പോൾ? വൈകുന്നേരം 6:30 തിരുത്തി. ഈ ജഡ്ജ്മെൻറ്റ് വായിച്ച് എന്നെ പോലുള്ള ആൾക്കാർ പരിഭ്രമിച്ചു, ഇതെന്താ ഇത് കാണിക്കുന്നത്? ആ അമ്മ തലയിട്ടടിച്ചു, ഞാൻ പിണറായി വിജയൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. കാരണം സകല തൂക്കിക്കൊല്ലാൻ വെച്ച ആളാണ്. സകല കുറ്റവും മാപ്പാക്കിയിട്ട് ആകെ 3 വർഷം കിടന്നാൽ മതി, അതിൽ 2.5 വർഷം കിടന്നു കഴിഞ്ഞു, ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ അയാൾ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ടാണ് സംഭവം. എന്ത് ചെയ്യും? കാരണം ഇവരാരെയും സുപ്രീം കോടതിയിൽ കയറ്റുന്ന പോലുമില്ല. സുപ്രീം കോടതിയിൽ പത്രലേഖകരൊക്കെ കയറ്റാൻ വലിയ പ്രയാസം, ഭയങ്കര റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ. 2 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുള്ള അങ്ങനെയൊക്കെയുള്ളവർ മാത്രമേ കയറ്റുള്ളൂ. നമ്മുടെ ഹൈക്കോടതി പോലെയാണെന്നാണ് ആളുകളുടെ ധാരണ. അതാണ്. മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇരുന്നുകൊണ്ട് SMS അയക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ അവരപ്പം തൂക്കിയെടുത്ത് പുറത്തുകളയും. അപ്പോൾ ഈ ലൈവ് ലോ, ബാർ ആൻഡ് ബെഞ്ച്, ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ അഡ്വക്കേറ്റ്സിനെയാണ് അവർ വെച്ചിരിക്കുന്നത്. അവരാണ്
അവരുടെ വാർത്തയെടുത്താണ് ഇവർ കോപ്പി ചെയ്യുന്നത്. ഞാൻ പറയുന്നത് സുനിൽ, അടുത്ത ഏതെങ്കിലും സുപ്രീം കോടതിയിലെ കേസ്, ഞാൻ പേരെടുത്ത് പറയാം, ഏഷ്യാനെറ്റ്, അതിൻ്റെ ഫ്ലാഷ് വരുന്നതെന്ന് നോക്കിക്കോ. ലൈവ് ലോ എന്ന് പറഞ്ഞ് ട്വിറ്ററിലുണ്ട്, ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറഞ്ഞ് ട്വിറ്ററിലുണ്ട്. അവർ ട്വിറ്ററിലിടും, 1 മിനിറ്റിനകം ഇവർ ഫ്ലാഷ് അടിക്കും. ഓഫീസിൽ നിന്ന് ചെയ്യുകയാണ്. പാവം പ്രശാന്ത് രഘുവംശം സുപ്രീം കോടതിയുടെ ഗേറ്റിന് പുറത്ത് നിൽക്കും. പുറകുവശത്ത് ഇങ്ങനെ സുപ്രീം കോടതി അത് സ്ഥിരം വെച്ചിരിക്കുക, സുപ്രീം കോടതിയുടെ സീൻ. അത് കണ്ടാൽ മതി. ഒരേ വക്കീൽ ഇങ്ങനെ കയറി പോകുന്ന കാണാം. കുറച്ച് കഴിയുമ്പോൾ അതേ വക്കീൽ കയറി പോകും. ഇയാൾ ഇറങ്ങി വരുന്നത് കാണുന്നുമില്ല. അല്ല, അത് ദാറ്റ് മീൻസ് പണ്ടെടുത്ത ഒരു വിഷ്വൽ ഇങ്ങനെ വെച്ചിരിക്കും. അതുപോലും വേണ്ട, ഗ്രീൻ മാറ്റിട്ട് ചെയ്താൽ മതി, സ്റ്റുഡിയോയിൽ ഇരുന്നാലും മതി. അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ബട്ട് തിങ് ഈസ്, പാവം രഘുവംശത്തിന് അവിടെ അഡ്മിഷൻ ഇല്ല. അയാൾ എന്ത് ചെയ്യും? ഐ തിങ്ക് ഓൺലി ബാലഗോപാലിനാണ് അഡ്മിഷനുള്ളത്. അതെ, മാതൃഭൂമിയിൽ. ടി വിയിലെ ഫ്ലാഷ് വഴിയൊക്കെ നമ്മൾ കേസ് ജയിക്കാറൊക്കെയുണ്ട്. നമ്മൾ ഈ തമാശയല്ല, കാര്യം തന്നെ നമ്മൾ പറഞ്ഞു. പക്ഷേ കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലല്ലേ? ആണ്. അപ്പോൾ കേന്ദ്രം ഒന്ന് സഹായിക്കട്ടെ. കേന്ദ്രം സഹായിക്കാൻ കേരളം ഈ മിസ്മാനേജ്മെൻറ്റ് നടത്തിയതുകൊണ്ടില്ല, അത് അഡ്മിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം സുനിലിനോട് പറയാം. കേരളീയം ഇത്തവണ ബജറ്റിൽ 100 കോടിയാണ് ഇതിന് മാറ്റി വെച്ചിരിക്കുന്നത്. എന്ത് മോക്ഷത്തിനാണത്? അതൊരു ധൂർത്താണ്. ഇല്ല, ഇത്ര ഇതില്ലാത്ത കഞ്ഞിക്ക് അഷ്ടിക്ക് വകയില്ലാതെ ശ്വാസം മുട്ടിയിരിക്കുന്ന സമയത്ത് 100 കോടി രൂപ കേരളീയം എന്ന് പറഞ്ഞൊരു ആഘോഷത്തിന് മാറ്റിവെക്കുന്നത് എന്തിനാണ്? നമ്പർ 2, കഴിഞ്ഞ കേരളീയം നടന്നില്ല, ഒരെണ്ണം നടന്നില്ല. ആ നടന്നതിൽ നടന്ന തെമ്മാടിത്തരം അറിയാം. ഈ ടോപ്പ് ക്ലാസ് ആൾക്കാർക്കെല്ലാം കാശ് കൊടുത്തു. ശോഭന, ചിത്ര, ജയചന്ദ്രൻ, അവർ കാശ് കൊടുക്കേണ്ടതാണ്, അവരർഹിക്കുന്നു. ഞാൻ അത് തെറ്റായിപ്പോയി എന്ന് പറയില്ല. പക്ഷേ ഈ കേരളീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളീയം തിരുവനന്തപുരത്താണ് കഴിഞ്ഞ വർഷം നടന്നത്. മാനവീയം തിരുവനന്തപുരത്താണ്, എല്ലാ പരിപാടിയും തിരുവനന്തപുരത്താണ്. മലബാർ ഭാഗത്തു നിന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക? അവിടുത്തെ കലാകാരന്മാരൊക്കെ അവർക്കും ഉണ്ടല്ലോ ഇഷ്ടം പോലെ കലാരൂപങ്ങൾ. അപ്പോൾ അവരിത് റേസ് ചെയ്ത് ഇപ്പോൾ അവരോട് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. അവർ തിരുവനന്തപുരത്ത് വന്നു. തെയ്യം, അവരുടെ വാദ്യ കല, ഇതൊക്കെയായിട്ട് ഗ്രൂപ്പായിട്ട് അവർ വന്നു. ഈ ഗ്രൂപ്പിൻ്റെ 10-20 പേരുടെ ചിലവും യാത്രാ ചിലവും സംഗതി, അവിടുത്തെ താമസവും ഭക്ഷണവും ഒക്കെ കൂടെ ചേർത്ത് 35,000 രൂപ, വെറും 35,000 രൂപ. ശരി, 35. ഇപ്പം അവർ ശോഭനയെ പോലെ അങ്ങനെ അറിയപ്പെടുന്നവരുമല്ല, ഒന്നുമല്ല. എല്ലൊക്കെ പൊങ്ങിയിരിക്കുന്ന ഒരു ചെണ്ട കൊട്ടുന്ന മാരാർ, ആരറിയാൻ ആ പാവത്തെ? ആ കാശ് പോലും കൊടുത്തിട്ടില്ല, ഇന്നും കൊടുത്തിട്ടില്ല. 100 കോടി ഉണ്ടായിട്ട് 100 കോടി അടുത്ത കേരളീയത്തിന് മാറ്റിവെച്ചിരിക്കുന്നു. കഴിഞ്ഞതിന് എത്ര ചിലവായി എന്നുള്ള വിവരം പുറത്തു വിട്ടിട്ടില്ല. സ്പോൺസർമാരെ ചിലവായി പോയിട്ടുണ്ട്. GSTയുടെ ഓഫീസറെ വെച്ച് സ്പോൺസർമാരെ കണ്ടെത്തി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഏതായാലും പ്രശസ്തർക്കല്ലാതെ താഴെയുള്ളവർക്ക് പണം കൊടുത്തിട്ടില്ല. ഇത് കണ്ണൂരിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇന്നുവരെ കാശ് തന്നിട്ട്, കഴിഞ്ഞ നവംബറിൽ കഴിഞ്ഞതാണ്, ഇന്ന് വരെ പൈസ, ഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്തില്ല. ഡെയിലി ബാറ്റ് അവർക്ക് 250 രൂപ ഭക്ഷണത്തിനുള്ളതാണ്, അതുപോലും കൊടുത്തില്ല. പക്ഷേ ഇങ്ങനെ കേരളീയത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുപോയ ആളുണ്ടല്ലോ, ആ പാവം ഞാനാണല്ലോ ഇവരെയൊക്കെ വിളിച്ച് സംഘടിപ്പിച്ച് അയച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ പോക്കറ്റിൽ നിന്ന് ഇവർക്ക് ഭക്ഷണത്തിലുള്ള കാശ് അത് ഇതൊക്കെ കൊടുത്തു. ആ 35,000 രൂപ കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇത് ചോദിച്ചു കഴിയുമ്പോൾ ഇയാൾ പറഞ്ഞു, അന്താരാഷ്ട്ര വർത്തമാനം പറയുകയാണ് ഇവർ. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അല്ലല്ല, സാംസ്കാരിക മേഖലയിൽ സമൂലമായ ഒരു പരിഷ്കരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരളീയം കൊണ്ടുവന്നത്. അതിലൂടെ കീഴാളരുടെ സ്വത്വം പുറത്തു കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചു. അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ 250 രൂപ 350 രൂപ അതിൻ്റെ കണക്ക് പറയുന്നത്, പക്ഷേ ബജറ്റിൽ അത് കൊള്ളിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തന്നിരിക്കും എന്ന് പറയുന്നതല്ലാതെ കാശ് തരുന്നില്ല. നവംബർ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം എത്രയായിരിക്കും? ഈ പൈസ ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി, കുറേ അവരുടെ കയ്യിൽ നിന്ന് പോയി. അല്ല, ബജറ്റ് അലോക്കേഷൻ ഉള്ളത്, ഈ ഫണ്ട് സർക്കാരിൻ്റെ റെഡിലി ഉള്ള ഫണ്ടല്ലേ? നിങ്ങളൊരു പരിപാടി സെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാശും ഒക്കെ അലോട്ട് ചെയ്താണല്ലോ ചെയ്യുന്നത്. പക്ഷേ അത് കൊടുക്കുന്നില്ല. അത് ചില ആളുകളിലൂടെ കൈമറിച്ചൊക്കെ പോയിട്ടുണ്ടാവും. അതിപ്പോൾ പോയിട്ടുണ്ട്. ഈ കേരളീയം കലാപരിപാടിയൊക്കെ എന്താണെന്നറിയാമോ? കൊട്ടേഷൻ വിളിക്കും.
തിരുവനന്തപുരത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിന്, കേരളീയം നടത്തി കൊടുക്കപ്പെടും. അതിനെന്താ വേണ്ടത്? കൊട്ടേഷൻ വേണം, 3 കൊട്ടേഷൻ. ഒരാൾ തന്നെ 3 കൊട്ടേഷൻ കൊടുക്കും. അതിൽ ലോവസ്റ്റ് അയാളുടെ കൊട്ടേഷൻ ആയിരിക്കും. അയാൾക്ക് ഓർഡർ കൊടുക്കും. അയാൾക്കറിയാം എവിടെ പന്തലിടണം, എവിടെ എന്ത് ചെയ്യണം, എവിടെ ഫ്യൂസ് ഊരണം, KSEBിൽ ആരെ വിളിച്ച് പറയണം, എല്ലാ തരികിടയും അറിയാവുന്ന ആളാണ്. അയാൾ എല്ലാം ചെയ്തോളും. ഇന്ന സിനിമാ താരങ്ങളെ വേണം, അത് ഏറ്റവും അത് പക്ഷേ അവർക്ക് ഒരു 8 ലക്ഷം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാം. ഇപ്പോൾ ഇയാൾ സിനിമാ താരത്തെ അറേഞ്ച് ചെയ്യും. സിനിമാ താരത്തിൻ്റെ അടുത്ത് പറയും സർക്കാർ പരിപാടിയാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, വലുതായിട്ട് ചാർജ് ചെയ്തത്, ഒരു 5 ലക്ഷത്തിന് മതി, എല്ലാ മലയാളികളും കാണുന്നത് കേരളീയം എന്നുള്ള പേര്. എനിക്ക് ഫ്ലൈറ്റ് ഫെയർ മാത്രം മതി, കാശൊന്നും വേണ്ട. ഈ 8 ലക്ഷം രൂപ ഇവൻ്റെ പോക്കറ്റ് പോകും, മറ്റേ ആൾക്ക് കിട്ടില്ല. മറ്റേ ആൾ ആരെങ്കിലും വിളിച്ച് പറയാൻ പോകുന്നോ, ഞാൻ കാശൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, എൻ്റെ പേരിൽ അയാൾ വാങ്ങിച്ചിട്ടുണ്ടോ സൂക്ഷിക്കണം, അത് മോശമല്ലേ? ആരും മിണ്ടില്ല. പ്രത്യേകിച്ചും ശോഭന, ചിത്ര, അവർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അവരാരും ഇങ്ങനെ ഫേസ്ബുക്കിൽ അവസാനം രക്ഷയില്ലാതെയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇത് പുറത്ത് പറയുന്നത്. അത് തന്നെ ഒരു സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ CICC ജയേന്ദ്രൻ അനുവാദത്തോടെ ആയിരിക്കും ഫേസ്ബുക്കിലിട്ട്. അങ്ങനെയാണ് നാട്ടുകാരെ അറിയുന്നത്. അല്ലെങ്കിൽ അതും അറിയില്ല, ആരും അറിയില്ല. അല്ല ടിജി, ഞാൻ പറഞ്ഞു നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് മാത്രമല്ല, സന്തോഷ് ഏച്ചിക്കാനം ഇതുപോലെ എത്രയോ പേർക്ക് 2400 രൂപയിൽ ഒതുക്കി. എന്നിട്ട് ഇവരുടെ പേരിൽ ഓണറേറിയം മറ്റുള്ളവരെ എടുത്തിട്ടില്ല എന്നെങ്ങനെ അറിയാം? സാഹിത്യ അക്കാദമി ഓഡിറ്റ് ചെയ്തോ? ഇല്ല. കേരളത്തിൽ ഇതുപോലെ മലബാർ ഭാഗത്തു നിന്ന് പാവങ്ങളെ തട്ടിച്ചിരിക്കുകയാണ്. സ്ട്രേറ്റ് വേ ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ പാവങ്ങൾക്ക് 10 പൈസ കൊടുക്കാതെ അവരെ പറ്റിച്ചു ഈ സർക്കാർ. അതിനകത്ത് CPMകാരുണ്ട്, CPIക്കാരുണ്ട്. അവർക്ക് മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൽ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? പക്ഷേ ഇതെനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു അന്വേഷണം വന്നാൽ സാക്ഷി മൊഴി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതൊക്കെ വലിയ അന്യായമാണ്. ഇതിങ്ങനെയൊക്കെ കാശ് കളഞ്ഞിട്ട് തട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ആദ്യം നിങ്ങൾ തുറന്നു പറയും നിങ്ങൾ ഈ തട്ടിപ്പ്. കേരളത്തിലെ ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. സപ്ലൈകോ വില കൂടി, ഇപ്പം ക്ഷേമ പെൻഷനില്ല. അപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഈ ബലാബലം നോക്കുന്നതിനിടയ്ക്ക് ഇവിടുത്തെ ബലാബലം നോക്കുന്നതല്ലാന്ന് മനുഷ്യരെന്ത് ചെയ്യും? ഞാൻ 100 രൂപ സുനിലിന് തന്നു, അത് കള്ളു കുടിക്കാനും സിനിമ കാണാനും ഉപയോഗിച്ചു. അടുത്ത 100 രൂപ ഞാൻ തന്നു, അതും കള്ളു കുടിക്കാനും സിനിമ കാണാൻ ഉപയോഗിച്ചു. പിന്നെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അതിന് മറിയക്കുട്ടി ഉത്തരവാദിയല്ലല്ലോ. അല്ല, അത് സുനിൽ ഇതുപോലെ പറയും, ദേ പിള്ളേർ കരയുന്നു എൻ്റെ വീട്ടിൽ, അവർക്കെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇത് ഞാൻ 2 തവണ തന്നതാണെന്നേ. ഇത് എടുത്ത് ഞാനെന്താ നോട്ടടിക്കുന്ന യന്ത്രമോ? കേന്ദ്രത്തിന് നോട്ടടിക്കുക, അതിനൊരു പരിധിയുണ്ട്. ചുമ്മാ അങ്ങനെ നോട്ടടിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് വിചാരിച്ച ഈ കടം മുഴുവൻ വാങ്ങിക്കൂട്ടിയത്? ഇപ്പോഴും കേന്ദ്രം പറയുന്നത് പിന്നെ എന്തെങ്കിലും ചെയ്യും, പിണറായി എന്തെങ്കിലും ചെയ്യും. ദേ ആർ ഓൺ ദ വെർജ് ഓഫ് എ ഡെറ്റ് ട്രാപ്പ്. ഇത് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ വെങ്കട്ടരമണി കൊടുത്ത നോട്ടിൽ ഉള്ളതാണ്. കൗണ്ടർ അഫിഡാവിറ്റ് അല്ല, കൗണ്ടർ അഫിഡാവിറ്റ് വെരി ഷാർപ്പ്. നോട്ട് സുപ്രീം കോടതിയുടെ അറിവിന് വേണ്ടിയിട്ടാണ്. സുപ്രീം കോടതി ഇപ്പോഴും ഇവരോട് പറഞ്ഞത് എന്താ? ഞങ്ങൾ സബ്ജക്റ്റ് എക്സ്പേർട്സ് അല്ല ഈ കാര്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത് തീർക്കും. ഇപ്പം ഇന്നലെ ഈ വഴക്കിട്ട് പിരിയുമ്പോഴും സുപ്രീം കോടതി പറഞ്ഞു, ശരി ഇപ്പോൾ വഴക്കിട്ട് പിരിയുന്നു, ബട്ട് ദെൻ ഇഫ് പോസിബിൾ പ്ലീസ് കണ്ടിന്യൂ യുവർ ഡിസ്കഷൻ, കാരണം ഞങ്ങൾ സബ്ജക്റ്റ് എക്സ്പെർട്ട് അല്ല. ഇതെങ്ങനെ തീർക്കും? ഒരു സൊല്യൂഷൻ TG പറ. സൊല്യൂഷൻ ഇതേ ഉള്ളൂ. കേരള സർക്കാർ ധൂർത്ത് അവസാനിപ്പിക്കുക, അഴിമതി അവസാനിപ്പിക്കുക. വലിയ പാടാണ്. ഈ കിഫ്ബിയുടെ തട്ടിപ്പുണ്ടല്ലോ, ഈ തട്ടിപ്പ് ആദ്യം വിളിച്ചു പറഞ്ഞത് G. സുധാകരനാണ്, മറ്റാരുമല്ല. G. സുധാകരൻ പറഞ്ഞു 10-12 തമ്പുരാന്മാരെ തൊഴുതിട്ടാണ് PWDക്ക് കാശ് കിട്ടുന്നത്. ഇപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞൊരു തമ്പുരാൻ ഇരിക്കുന്നു, അയാളെയും കൂടെ തൊഴുതാലേ കാശ് കിട്ടുള്ളൂ എന്നുള്ള സ്ഥിതിയായി. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യു ക്രിയേറ്റഡ് ആൻ എക്സ്ട്രാ അതോറിറ്റി ഇൻ ദ ഗവൺമെൻറ്. എന്ത് ഈ കിഫ്ബിയുടെ ആവശ്യം? 2% പെട്രോൾ സെസ്സും പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടാക്സ്, ഇത് രണ്ടും കൂടെ കിഫ്ബിയിൽ സർക്കാർ കൊടുക്കും. ആ കാശെടുത്ത് കിഫ്ബി പാലം പണിയും. ഇതെന്ത് പരിപാടി? സർക്കാരിന് നേരിട്ട് PWDക്ക് കൊടുത്തിട്ട് പാലം പണിഞ്ഞാൽ പോരെ? അതിനല്ലേ PWD ഇരിക്കുന്നത്. സർക്കാർ കിഫ്ബിക്ക് കൊടുക്കും, കിഫ്ബി PWDക്ക് കൊടുക്കും, PWD ഊരാണെങ്കിലും കൊടുക്കും. ഇതെന്ത് പരിപാടി?
ഇതാണ് സ്വകാര്യം ചോദിച്ചത്. വിലക്കയറ്റമാണ്, പെൻഷനില്ല, കരാറുകാർക്ക് കാശ് കൊടുക്കുന്നില്ല, എങ്ങനെ ജീവിക്കും? നിങ്ങൾ ധൂർത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ജീവിക്കാം. സംശയമുണ്ടോ? പിണറായി അല്ലേ ചെയ്യുന്നത്? ഇപ്പോഴും നിങ്ങൾ വണ്ടി മേടിക്കുന്നു, ഇപ്പോഴും നിങ്ങൾ കേരളീയം നടത്തുന്നു, നിങ്ങൾ നവകേരള യാത്ര നടത്തുന്നു. ഇതൊക്കെ നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് ആണ്. ഞങ്ങൾ എന്തിനാ അനുഭവിക്കുന്നേ? ഇതൊക്കെ അങ്ങനെ പറ്റില്ലല്ലോ. നിങ്ങളുടെ ചെയ്തിക്ക് നിങ്ങൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ബാക്കി സംസ്ഥാനങ്ങൾ അല്ല, അത് യു ഹാവ് ടു സഫർ യുവർ റൂളർ. യു എലക്റ്റഡ് ഹിം. നിങ്ങൾ രണ്ടാമതും കൊണ്ടുപോകുന്നത് പടൽ വെട്ടി അടിക്കണം. നിങ്ങളെ അടിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഞങ്ങളല്ല, ഈ ആളുകളെ ഞാൻ പറയുന്നത് ഒരു ജനതയ്ക്ക് അവരർഹിക്കുന്ന ഭരണം കിട്ടുന്നു. കഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് മാറാനായിട്ട് കാത്തിരിക്കുക. അതുവരെ ഇപ്പോൾ കേരളം ജീവിച്ചൊക്കെ പോകുന്നുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആരും അങ്ങനെ അനുഭവിക്കുക തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം, ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ധൂർത്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കേരളത്തിൻ്റെ പകുതി പ്രയാസങ്ങൾ തീരും. നമ്പർ 2, കേരളത്തിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും 5 കൊല്ലം കൂടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം കൂട്ടുന്നില്ല, പെൻഷൻ കൂട്ടുന്നില്ല. എന്താ കേരളത്തിൽ മാത്രം ഇങ്ങനെ കൂട്ടുന്നത്? ഇടയ്ക്ക് ഹൈക്കോടതി പറഞ്ഞു ഇത് പോക്കൃത്തരമാണ്, ഇനി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ ജഡ്ജി റിട്ടയർ ആയെന്ന് തോന്നുന്നു. അവർ പിന്നെയും കൂട്ടി. ഒറ്റ കാര്യം ടീച്ചി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സുപ്രീം കോടതിയിലെ കേസിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഉടനെ ഒന്നും ഒരു റിസൾട്ടും വരില്ല. കാരണം ഇത്തരം കേസുകളിൽ സുപ്രീം കോടതി പെട്ടെന്ന് തലവയ്ക്കൽ ഇത് ഡേഞ്ചറസ് ആണ്. ഒരിക്കൽ ഈ ഡിസ്പ്യൂട്ടിൽ എൻട്രി ചെയ്തെന്ന് വെച്ചോ, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഓടി സുപ്രീം കോടതിയിൽ വരും. ദർ വിൽ ബി എ ഫ്ലഡ് ഓഫ് ലിറ്റിഗേഷൻ. പിന്നെ സുപ്രീം കോടതി ഈ അലോക്കേഷൻ നടത്തേണ്ടി വരും, ഫണ്ട് അലോക്കേഷൻ. അല്ല, സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ലല്ലോ. അല്ല, അധികാരം അങ്ങ് എടുത്താൽ മതിയല്ലോ തമ്പുരാൻ. അങ്ങനെയാണല്ലോ. നിങ്ങൾ കേസുമായിട്ട് വന്നിട്ടല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ഏറ്റെടുക്കും. മുനിസിപ്പൽ ഇലക്ഷനിലെ വോട്ട് പോലും ഉണ്ടെന്ന് ഇപ്പോൾ കോടതിയാണ്. അതെ. അപ്പോൾ കോടതിക്ക് അണ്ടർ ആർട്ടിക്കിൾ 142 കോടതിക്ക് അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. കോടതി പറയാണ് പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് ഇതൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്ന പോലെ അലോട്ട് കൊളീജിയം തീരുമാനിക്കും ഒരു സംസ്ഥാനത്തിന് എത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ ഡേഞ്ചർ എത്ര വലുതാണെന്ന് അവർക്കറിയാം. അവർക്ക് നിത്യപ്രതി ഉണ്ടാവില്ല. അവർക്ക് നോളജുള്ളൊരു ഡൊമൈനിൽ, നോളജ് ഇല്ലാത്ത ഡൊമൈനിൽ അവർ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റി പോകും. അവർക്ക് ഫൈനാൻസ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ് ഇൻ വിച്ച് യു ക്യാൻ ജസ്റ്റ് അപ്ലൈ ലോ ആൻഡ് ഡിവൈഡ് ഇറ്റ്. ഏതായാലും ഇത്രയേ ഉള്ളൂ. മറിയക്കുട്ടിയുടെ നിലവിളി തൽക്കാലം തീരാൻ പോകുന്നില്ല. ഇത് തീർക്കാനാണെങ്കിൽ അന്ന് തന്നെ തീർക്കാമായിരുന്നില്ല. ഒരു നവകേരള യാത്രയുടെ പൈസ വേണ്ട ഈ ക്ഷേമ പെൻഷൻ കൊടുത്ത് തീർക്കാൻ. 1600 രൂപയല്ലേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. അതങ്ങ് കൊടുക്കരുതായാലും അനുഭവിക്കുക തന്നെ. അനുഭവിക്കണം എന്ന് സജീച്ചെറിയാൻ പറഞ്ഞല്ലോ. അതെ, പോയി മീൻ വിൽക്കടാന്ന് പറഞ്ഞില്ലേ. പോയി മീൻ വിറ്റ് ജീവിക്കട, വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അനുഭവിച്ചോടാന്നാണ്. അതെ, അനുഭവിക്കാം. ജോസഫൈൻ എന്നാൽ പിന്നെ അനുഭവിച്ചോട്ടാ അതെ എന്ന് തുറന്നു പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞു, ജോസഫൈനും പറഞ്ഞു, സജി ചെറിയാനും. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചത്ത് കയറുന്നതിന്. ഏതായാലും നമുക്ക് അനുഭവിക്കാനാണ് യോഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.